ഒരു ഫാമിലി എന്നെ കാണിക്കാൻ വന്നേ ഒരു 40-45 ദിവസമായ കുട്ടിയാണ്. കുട്ടിയുടെ ഉമ്മയുണ്ട്, വല്യമ്മയുണ്ട്, വല്യുപ്പയുണ്ട്, ഉപ്പ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കംപ്ലൈൻറ്റ് ഞാൻ ചോദിച്ചു, എന്താണ് കംപ്ലൈൻറ്റ്? കഫക്കെട്ട്. ഓക്കെ, 3-4 ദിവസമായിട്ട് കഫക്കെട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചുമയുണ്ടോ? അപ്പോൾ ചുമയില്ല. പനിയുണ്ടോ? പനിയുമില്ല. കുട്ടി നന്നായി പാൽ കുടിക്കുന്നുണ്ടോ? പാല് കുടിക്കുന്നുണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. പാൽ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഉഷാറായിട്ട് ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ട്. മൂത്രം ഒഴിക്കുന്നുണ്ടോ? അതുണ്ട്. പ്രശ്നമൊന്നുമില്ല കഫക്കെട്ട്. ഓക്കെ, ശ്വാസം മുട്ടുണ്ടോ? അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പരിശോധിച്ചു, നമ്മൾ നോർമലി പരിശോധിക്കുന്ന പരിശോധനകൾ ചെയ്തു, ചെസ്റ്റ് നോക്കി, ക്ലിയറാണ്, പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു വിലയിരുത്തലിൽ അതൊരു ജസ്റ്റ് ഒരു മൂക്കടപ്പാണ്. മൂക്കടഞ്ഞിട്ട് അടഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, 1.5 മാസമുള്ള കുട്ടികൾക്ക് ഒരു ശബ്ദം വരുമല്ലോ, അതാണ് അവർ കഫക്കെട്ട് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ സലൈൻ ഡ്രോപ്പ് മാത്രം, സലൈൻ നേസൽ ഡ്രോപ്പ് മാത്രം എഴുതി. അപ്പോൾ വല്യമ്മ അങ്ങനെ നോക്കുന്നു, ഇതെന്താണ് ഈ മരുന്ന് മാത്രം, വേറെ എന്താ മരുന്നൊന്നും ഇല്ലാത്തത്? കഫക്കെട്ടിൻ്റെ മരുന്ന് തരി. അപ്പോൾ കഫക്കെട്ടിൻ്റെ മരുന്ന് അവർ ഉദ്ദേശിക്കുന്നത് ആൻറ്റിബയോട്ടിക്കാണ്. അതെ. അപ്പോൾ എനിക്ക് 2 ഓപ്ഷനാണ് അപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. ഒന്നുകിൽ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ട് അവരെ വിടുക. അപ്പോൾ ഞാൻ അവരെ സമയം എടുത്തിട്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഇത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവരെ ഹാപ്പിയായി നമുക്ക് തോന്നി. പക്ഷേ സത്യത്തിൽ അവർ വീട്ടിൽ പോയിട്ട് പിന്നെ അവർക്ക് കൺഫ്യൂഷൻ, വേറെ ഡോക്ടറെ കാണിച്ച്, അതെ, ചിലപ്പോൾ അവർ വേറെ ഡോക്ടറെ, എനിക്ക് തിരിയാത്തതാണെന്നുള്ള രൂപത്തിൽ വേറെ ഡോക്ടറെ കാണിച്ച് അദ്ദേഹം ഒരു പക്ഷേ നിർബന്ധനായി വീണ്ടും ചോദിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതി കൊടുത്തു വരും ഡോക്ടർമാർ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ കഫക്കെട്ട് എന്നുള്ളത് വളരെ ഒരു കോമൺലി മിസ്യൂസ്ഡ് ടൈമായത് മാത്രമല്ല, വൈഡ് ഒരു വെറൈറ്റി ഓഫ് സിംറ്റംസിന് നമ്മൾ ഒറ്റയടിക്ക് മലയാളത്തിൽ, അതെ, ബ്ലാങ്കറ്റ് ടേം കഫക്കെട്ട്. എന്തുണ്ടെങ്കിലും കഫക്കെട്ട്. ചെറിയ മൂക്കടപ്പ് തൊട്ട് നല്ല ശ്വാസം മുട്ട് മരിക്കാൻ കിടക്കുന്ന ശ്വാസം മുട്ടിന് വരെ ആളുകൾ കഫക്കെട്ട് എന്നാണ്. ഇതൊരു ഒരു ശരിക്ക് തെറ്റിദ്ധാരണ മാറ്റേണ്ട ഒരു സാധനം. എന്താ കഫം എന്ന് മനസ്സിലാക്കുന്നത്, എന്താണ് കഫം എന്ന് വെച്ച് തുടങ്ങാൻ. അതെ, കഫം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ശ്വാസകോശത്തിന്, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങനെ മൂക്കുന്നും വായിലൂടെയൊക്കെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റും. താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി നിന്നിട്ട് ട്രക്കിയായി മാറും ഇവിടെ ശ്വാസനാളം. എന്നിട്ട് പിന്നെ അത് ഡിവൈഡ് ചെയ്ത് ബ്രോങ്കസും ബ്രോങ്കിയോളൊക്കെ ആയി അവസാനം ഈ ശ്വാസം എടുക്കുന്ന ചെറിയ ചെറിയ അറകളിലേക്ക് എത്തും. ആൽവിയോളി എന്ന് അതിന് പറയാം. ഈ അറകളിലാണ് നമ്മൾ എടുക്കുന്ന ഓക്സിജൻ ഉള്ളിലേക്ക് പോയത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്കി കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടുള്ള എക്സ്ചേഞ്ച് നടക്കുന്നതും പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കടന്നതും അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നതൊക്കെ ഈ അറകളിൽ നിന്ന്. അവിടെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആ അറകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്യൂട്ടം എന്ന് പറയുക. ഈ സ്പ്യൂട്ടം എന്ന് പറയുന്നത് ഈ കഫം എന്ന് വെച്ചാൽ അവിടെ വരുന്ന ഇൻഫെക്ഷൻ, അതിനെ നമ്മൾ ന്യൂമോണിയ എന്ന് പറയും. അത് ചിലപ്പോൾ ഒരു ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മൊത്തമായിട്ട് വരികയാണെങ്കിൽ അതിന് ലോബാർ ന്യൂമോണിയ എന്നുള്ളത്, അല്ലെങ്കിൽ മൊത്തത്തിൽ വരുന്ന രീതിയിലൊരു വൈറൽ ന്യൂമോണിയ പോലെ ആണെങ്കിൽ അതിന് ബ്രോങ്കോ ന്യൂമോണിയ എന്നുള്ള രീതിയിലൊക്കെ പറയും. എനിവേ, ശ്വാസകോശത്തിൻ്റെ ആ ആൽവിയോളി അറകൾക്കുള്ളിൽ ഇൻഫെക്ഷൻ വന്ന് നീര് വന്ന് പിന്നെ അതിൻ്റെ അവിടെയുള്ള ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സായി അല്ലേ, അതിൽ ഉണ്ടാവുന്ന ആ സെക്രീഷൻ, അതാണ് ശരിക്കും തത്വത്തിൽ സാങ്കേതികമായിട്ട് സ്പ്യൂട്ട് എന്ന് പറയുന്നത്. അത് കോമൺലി അവിടെ. ഓക്കെ, പിന്നെ അത് ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിലും കുറച്ച് മുകളിലേക്കും അങ്ങനെ സ്പ്യൂട്ടം പ്രൊഡക്ഷൻ വരാലോ. എന്താണെങ്കിലും നമ്മൾ പറയുന്ന കഫം ശരിക്ക് സ്പ്യൂട്ടാണ്. അതെ, അത് വളരെ കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷൻ ന്യൂമോണിയ. ടി ബി ഒരു ടൈപ്പ് ഓഫ് ന്യൂമോണിയ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പല കോംപ്ലിക്കേഷൻസ് പറയാം. അപ്പോൾ ടി ബി സംഭവിക്കുക, ന്യൂമോണിയയിൽ തന്നെ വൈറസ് ഉണ്ടാവുക, ബാക്ടീരിയ ഉണ്ടാവുക, ബാക്ടീരിയയിൽ തന്നെ നേരത്തെ തന്മ ഡോക്ടർ പറഞ്ഞ പോലെ ടിപ്പിക്കൽ ബാക്ടീരിയ ഉണ്ടാവുക, ടിപ്പിക്കൽ അല്ലാത്ത അട്ടിപ്പിക്കൽ ബാക്ടീരിയ ഉണ്ടാവുക. എനിവേ, നമ്മൾ പറയുന്ന കഫം അതാണ്. എല്ലാ കഫക്കെട്ടും ഈ കഫ ഉൽപ്പാദനമാണോ എന്നുള്ളതാണ്. അല്ല, ഇതെല്ലാം കഫമല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ മൂക്കിന്ന് നമുക്ക് എന്ത് ചെയ്യും, മ്യൂക്കസ് പുറത്തേക്ക് വരും. അതിനെ നമ്മൾ കുറേ ആളുകൾ കഫം എന്ന് വിളിക്കും. അതിനെയൊന്നും നമ്മൾ കഫം എന്ന് പറയും, മ്യൂക്കസാണ്. അത് മൂക്കിൽ നിന്ന് വരുന്ന മൂക്കാട്ടം എന്ന് പറയും, മുക്കള എന്നൊക്കെ പറയും. അതിൽ മ്യൂക്കസാണ്. നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്ന കഫം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതായത് ശ്വാസകോശത്തിലൊരു ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന കഫത്തിനെയാണ് ബേസിക്കലി നമ്മൾ കഫക്കെട്ട് എന്ന് പറയാൻ. ഇൻഫെക്ഷൻ വന്നിട്ട് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വന്നിട്ട് അതിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ആ രോഗാണു വരെ ഉണ്ടാവും. അതായത് നമ്മൾ ആ കഫം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബാക്ടീരിയ ഉണ്ടെന്ന് മനസ്സിലാവും. അത് കൾച്ചർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതാണ് ബാക്ടീരിയ എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ഡാമേജ് ആയ സെല്ലുകളും കോശങ്ങളും ഉണ്ടാവും അല്ലേ, പസ്സെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് കഫം. അപ്പോൾ മൂക്കിന്ന് വരുന്നത് മ്യൂക്കസ് ആണ്. അത് പക്ഷെ ആളുകൾ ഇതിനൊക്കെ കഫം. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ഈ ആസ്മയുള്ള രോഗികൾക്ക് വലിവുണ്ടാവും.
അതെന്ന് വെച്ചാൽ വലിക്കുന്ന സമയത്ത് ഒരു മ്യൂസിക്കൽ സൗണ്ട് പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പോലത്തെ ഒരു ശബ്ദം. അതെ. അതിനെയും കഫക്കെട്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത്, ചെറിയൊരു ജലദോഷം എന്തെങ്കിലും വരുന്ന സമയത്ത്, മൂക്കടപ്പ് വരുന്ന സമയത്ത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നെഞ്ഞത്തെടുക്കാനും പോകും. അപ്പം നെഞ്ഞത്ത് കഫം കെട്ടിക്കിടന്നു എന്നൊക്കെ പറയും. ഇതൊരു കോംപ്ലക്സ് ടെർമിനോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് അതിന് എന്താ പ്രശ്നം ചെയ്തതിൽ ഏറ്റവും വലിയ കുഴപ്പം എന്തെങ്കിലും ഒരു സിംറ്റം പറഞ്ഞോട്ട് നിൽക്കും. നേരെ മറിച്ച് എൻ്റെ കഫക്കെട്ട് മാറണമെങ്കിൽ ആൻറ്റിബയോട്ടിക് വേണം എന്ന് നിർബന്ധം പിടിക്കുന്നിടത്താണ് ഏറ്റവും അവിടെയാണ് പ്രശ്നം. അതെ. എല്ലാ കഫക്കെട്ടിനും, അതായത് കഫക്കെട്ട് എന്നുള്ളത് നമ്മൾ നാടൻ ടൈമിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പറയുന്ന എല്ലാ കഫക്കെട്ടിനും ആൻറ്റിബയോട്ടിക് വേണ്ട. മൂക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലുള്ള മൂക്കടഞ്ഞ ഒരാൾ, ഒരു കുട്ടി വരികയാണെങ്കിൽ അവിടെ ജസ്റ്റ് മൂക്കിൽ കുറ്റിക്കാനുള്ള സലൈൻ ഡ്രോപ്പ് ഉറ്റിച്ചാൽ തന്നെ അത് മാറും. ഇനി വേറെ ഒരു വലിയ ആൾക്ക് മൂക്കടപ്പായി മൂക്ക് നിന്ന് മ്യൂക്കസ് വരുന്നുണ്ട്, നമ്മൾ മൂക്കള എന്ന് പറയുന്നത് അത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറക്കാനുള്ള സിംറ്റമാറ്റിക് ലക്ഷണങ്ങൾക്കുള്ള മരുന്നുകളുണ്ട്, അത് കൊടുത്താൽ മാറും. ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരുന്നത് ഇത് അല്ലേ, ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലോ അതല്ലെങ്കിൽ ആ ട്രാക്റ്റിലോ ഇൻഫെക്ഷനായി നീർക്കെട്ടായി അവിടെ ഈ സ്പ്യൂട്ടം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം. ഈവൻ വൈറൽ അസുഖങ്ങൾ പോലും ഒരു പക്ഷേ അല്ലേ സ്പ്യൂട്ടം ഉണ്ടാക്കാം, പക്ഷെ അതിന് നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് അങ്ങനെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന ആൾക്ക് വീണ്ടും ഒരു സൂപ്പർ ആഡർ ഫീവർ, അതിൻ്റെ മേലേക്ക് ഒരു ഫീവർ വന്നു, അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇനി വേറെ ബാക്ടീരിയയും കൂടി ഇൻഫെക്റ്റ് ചെയ്തോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ആഡ് ചെയ്യുക. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണക്കാരെന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എന്ത്, ഡോക്ടറെ അടുത്തേക്ക് തീരുമാനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിർബന്ധിച്ച് വെറുതെ ആൻറ്റിബയോട്ടിക് എഴുതിക്കാതിരിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറോട് നിർബന്ധിച്ച് ഒരു 10 വട്ടം പറഞ്ഞാൽ അയാൾ എഴുതി പോകും. കാരണം എന്താ വെച്ചാൽ ആർക്കും റിസ്ക് എടുക്കാൻ വയ്യ. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ ഈ ചെറിയതായിട്ട് തുടങ്ങുന്ന അസുഖങ്ങൾ പിന്നീട് വലുതായിട്ട് മാറാം. അപ്പോൾ ഏതൊരു അസുഖവും എവിടേക്ക് എത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് പിന്നീട് വന്നിട്ട് ഞാൻ നിങ്ങളോട് അന്ന് ആൻറ്റിബയോട്ടിക് എഴുതാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ എഴുതിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് വരുമെന്ന് പേടിച്ചിട്ട് ഡിഫെൻസീവ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൻറ്റിബയോട്ടിക് അതാണ് ഇതിൽ വേറെ പ്രശ്നം. ഏതൊരു അസുഖവും ഇപ്പോൾ അസുഖങ്ങൾ തുടങ്ങുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും, ഒരു റണ്ണിങ് നോസ് ആയിട്ട് തുടങ്ങും. ആ സമയത്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് എഴുതൂല. സിംറ്റം പക്ഷേ സെയിം ആയിരിക്കും. സിംറ്റം പക്ഷേ ചുമയുണ്ടാവും, ഒരു ചെറിയ പനി ഉണ്ടാവും, മൂക്കടപ്പ്, ശ്വാസം തിങ്ങൽ പോലെ തോന്നും, പക്ഷെ അങ്ങനെ എഴുതൂല. കുട്ടികൾക്ക് സാധാരണ രൂപത്തിൽ പീഡിയാട്രിഷ്യന്മാരാണ് ഈ കഫക്കെട്ട് എന്നുള്ള പദം ഒരു പക്ഷേ ഫിസിഷ്യന്മാരെക്കാളും കൂടുതൽ കേൾക്കുക. നമ്മളെടുത്ത് വരുന്ന ഒപ്പിയിൽ വരുന്ന ഏകദേശം എല്ലാ കുട്ടികൾക്കും കഫക്കെട്ടുണ്ട്, 80%. അതെ, എല്ലാ കുട്ടികൾക്കും കഫക്കെട്ടാണ് ഉണ്ടാവുക. അത് അങ്ങനെയാണ്, മെയിൻ കംപ്ലൈൻറ്റ് അതായിരിക്കും. അപ്പോൾ അതിലെ കഫക്കെട്ട് പിന്നെ നമ്മുടെ ഡ്യൂട്ടിയാണ് ഇത് എന്ത് കഫക്കെട്ടാണ്, അതായത് മൂക്കടപ്പ് കഫക്കെട്ടാണോ, ശരിക്ക് നമ്മൾ ഷെസ്കോപ്പ് വെച്ചിട്ട് ശരിക്കും വലിയ ന്യൂമോണിയ ഉണ്ടോ, പിന്നെ അതല്ല നേരത്തെ പറഞ്ഞ ഒരു വലിവ് ശ്വാസം മുട്ട് ടൈപ്പ് സാധനമാണോ, കുഞ്ഞു കുട്ടികൾ 5 മാസം 6 മാസമുള്ള കുട്ടികൾക്ക് നമ്മൾ ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറയുന്ന ടൈപ്പ് സാധനമാണോ, ഇത് നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി സമൂഹത്തിന് കുറച്ചുകൂടി അവബോധം ശരിക്കും വേണം. ഞാൻ പിന്നെ ഈ GP അടിച്ചിരുന്ന സമയത്ത്, MBBS കഴിഞ്ഞിട്ട് നമ്മൾ GP അടിക്കുന്ന സമയത്ത് വന്നിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പീഡിയാട്രിക് കുട്ടികൾ നമ്മുടെ സമയത്ത് അങ്ങോട്ടാണ് ആവി പിടിക്കുക എന്നുള്ള കാര്യങ്ങളും ഭയങ്കരമായിട്ട് നമ്മൾ നിർബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഏതൊക്കെ കുട്ടികൾക്കാണ് ഇപ്പോൾ ആവി പിടിക്കൽ ആവശ്യം വരുന്നത്? അത് ഈ ആൻറ്റിബയോട്ടിക് പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു മറ്റൊരു മിത്താണത്. അതായത് പുറത്തേക്ക് കഫക്കെട്ട് എന്ന ആളുകൾ പറയണത്, ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ കഫക്കെട്ട് എന്ന് പറയുന്നത് 2-3 രൂപത്തിലായിരിക്കും. ഒന്ന് ചുമക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു എൻഡിലൊരു ഒരു ക്രാക്ക്, ഒരു സൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പം പിന്നെ മൂക്ക് കൊണ്ട് ശ്വാസം എടുക്കുമല്ലോ ഉറങ്ങുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ പാലുടിക്കുന്ന സമയത്തൊക്കെ അത് ഫീൽ ചെയ്യും. ഇതാണ് ആളുകൾ മിക്കവാറും പറയാം. ഇനി ആവി എപ്പോഴാണ് പിടിക്കേണ്ടതെന്നുള്ള, ആവി നമ്മൾ ബ്രോങ്കോ ഡയലേറ്റർ എന്നുള്ളൊരു സാധനമാണല്ലോ. അതായത് നമ്മളെ മൂക്കൊട്ട് നേരത്തെ പറഞ്ഞ പോലെ ട്രക്കിയ ആ ആൽവിയോളി വരെയുള്ള ട്രാക്റ്റിലെ പിന്നെ അവിടുത്തെ ആ ഡയമീറ്റർ കൂട്ടുന്ന അല്ലേ, മറ്റേ ഈ മസിൽസിൻ്റെ, അതെ, ഈ ട്രാക്റ്റ് റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ മസിൽസിനെ ഡയലേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഡയമീറ്റർ ഇങ്ങനെ മെല്ലെ കൂട്ടി അതിൻ്റെ എയർ പാസേജ് എളുപ്പമാക്കാനുള്ള. അപ്പോൾ ഏത് കണ്ടീഷനിലാണോ ഈ ഡയമീറ്റർ കുറയുന്നത് ആ കണ്ടീഷനിൽ ഇത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത കണ്ടീഷനിൽ അതിന് റോളില്ല. അപ്പോൾ അത് കുറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ആസ്മയാണ്. ആസ്മ ടൈപ്പ്, എല്ലാ ആസ്മ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആസ്മ ടൈപ്പ് കുറേ അസുഖങ്ങളുണ്ട് ഈ ഡയമീറ്റർ കുറയുന്നത്. ബ്രോങ്കിയോളൈറ്റിസ് ഞാൻ പറഞ്ഞ, ഇപ്പോൾ അഡൾട്ടിലാണെങ്കിൽ COPD, അഡൾട്ടിലാണെങ്കിൽ COPD പോലെയുള്ള മീൻസ് എന്താണെങ്കിലും ആ എയർവേ ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഡയമീറ്റർ കുറയുന്ന ഒബ്സ്ട്രക്ഷൻ നമ്മൾ പറയുന്നത്, ആ കുറയുന്ന അസുഖങ്ങൾക്കാണ് ഇത് തിരിച്ച് പഴയ പോലെ ആക്കാനുള്ള ബ്രോങ്കോ ഡയലേറ്റർ എന്ന പണി ചെയ്യുന്ന ആവി ആവശ്യമുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ സത്യം. പക്ഷെ ആളുകൾക്ക് നമ്മൾ പലപ്പോഴും നമ്മളൊരു കുറ്റബോധത്തോടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. കാരണം ഒരു തവണ നമ്മൾ എഴുതിയില്ലെങ്കിൽ നമ്മളെന്തോ തെറ്റ് ചെയ്യുന്ന പോലെയാണ്. നമുക്ക് 100% ബോധ്യം ഉണ്ടാവും, ഇതിന് ചെസ്റ്റ് ക്ലിയറാണ്, ഒരു വലിവുമില്ല, ഇതിന് ആവിയുടെ ഒരാവശ്യമില്ല.
അപ്പോൾ എന്നിട്ട് നമ്മൾ എഴുതാൻ നിർബന്ധമാകുമ്പോൾ നമ്മളൊക്കെ ചെയ്യുക ചിലപ്പോൾ നമ്മൾ NS മാത്രം വെച്ചിട്ട് അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കും. പിന്നെ വേറെ പ്രശ്നം ചിലപ്പോൾ ആവി പിടിപ്പിക്കാനും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കും എഴുതാത്ത ഡോക്ടർ വിവരമില്ലാത്ത ഡോക്ടറാണ് ഏറ്റവും ഒരു നേരെ തിരിച്ചാണ് ബേസ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇത് ഇൻഡിക്കേറ്റഡ് അല്ല, ഇയാൾക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നതും ആളുകളുടെ ഒരു ധാരണ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നതും മരുന്ന് റിസീവ് ചെയ്യാൻ. ശരിക്ക് മരുന്ന് വേണ്ട എന്ന് റിസീവ് ചെയ്യലും ഒരു മരുന്ന് തന്നെ. അതായത് ഒരു ഡോക്ടർ റീഅഷുറൻസ്, അതെ ഇത് കുഴപ്പമില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത്, ആളുകൾ ഒരു ഡോക്ടറെ അടുത്ത് വരുന്നത് അസുഖം ഇന്നത് കണ്ടുപിടിച്ചിട്ട് ഒരു മരുന്ന് ലഭിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നത് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അസുഖമില്ല എന്ന് പറയുന്നതും എന്താണ്, ഒരു കണ്ടുപിടുത്തം തന്നെ. ഒരു എക്സ്പേർട്ടിന് ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് അസുഖം ഉണ്ട് എന്ന് കണ്ടെത്തി പ്രഖ്യാപിക്കുന്നതിനേക്കാൾ എക്സ്പെർട്ടൈസേഷൻ വേണം ഒരാൾക്ക് അസുഖം ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യാൻ. തീർച്ചയായും. ഇപ്പോൾ ഇതൊരു വൈറൽ പനിയാണ് എന്ന് എനിക്കൊരാളോട് പറയണമെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാനിതൊരു വൈറൽ പനിയാണ്, ഇതിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല എന്നങ്ങ് പറയുള്ളൂ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിന് അത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനെ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ആ ടൈം ബീയിങ്ങിൽ അതിന് ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസിന് എക്സ്പെർട്ടൈസേഷനെ നമ്മൾ മാനിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൽ ശരിക്കും സ്പ്യൂട്ടം വരുന്ന ഈ നമ്മുടെ കഫക്കെട്ടും കൂടി എന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിക്കാൻ തോന്നും. ശരിക്കും നമ്മൾ കഫം കെട്ടി നിൽക്കുക. അപ്പോൾ ഒന്ന് നേരത്തെ തൻവീർ ഡോക്ടർ പറഞ്ഞ മാതിരി ന്യൂമോണിയ, കഫം കെട്ടി നിൽക്കുന്നു, ഒരു ലോബിൽ കഫം കെട്ടി നിൽക്കുന്നു, പല ലോബുകളിൽ കഫം കെട്ടി നിൽക്കുന്നു, അത് ചുമക്കുമ്പോൾ പുറത്തോട്ട് വരുന്നു, കഫമായി വരുന്നു, അത് എടുത്ത് പരിശോധിച്ച് അതിലെ ബാക്ടീരിയ ഏതാണ് കണ്ടുപിടിച്ച് അതിനുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അത് മാറുന്നു. ഇങ്ങനെ തന്നെ നമ്മുടെ ഈ പ്ലൂറൽ സ്പേസിൽ പ്ലൂറൽ എഫ്യൂഷൻ എംപീമ പോലുള്ള കണ്ടീഷനിലൊക്കെ വരൂലേ. അതായത് ഇപ്പോൾ നമ്മളുടെ ശ്വാസകോശത്തിന് ചുറ്റും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പാളി, അതിന് നമ്മൾ പിന്നെ പ്ലൂറ എന്നാ പറയാം. ഈ പ്ലൂറിൻ്റെ ഇടയിൽ ചെറിയൊരു വെള്ളം കിടക്കുന്നുണ്ട്, പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. അതിലേക്കും കൂടി ഇപ്പോൾ ഇൻഫെക്ഷൻ നമ്മൾക്ക് ചിലപ്പോൾ പകരാം. TB പോലത്തെ അസുഖങ്ങളിലൊക്കെ വരാം, എംപൈമ ആയിട്ട് മാറാം. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലങ്സിലും കൂടി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആയിട്ട് മാറും. അവിടെയൊക്കെ എന്തുണ്ടാവും, ഉള്ളിൽ കഫം ഉണ്ടാവും. അതാണ് കഫം കെട്ടി നിൽക്കുന്നത്. ആ കെട്ടി നിൽക്കുന്നില്ല, ലങ് ആപ്സിസിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കെട്ടി നിൽക്കുന്നുണ്ട്, ആ കെട്ടി നിൽക്കുന്ന സാധനം പുറത്തേക്ക് വരുന്നു. അതെ, അപ്പോൾ അത് ഒരു കറക്റ്റ് കഫം, അത് അതിന് മാത്രം ലക്ഷണം ഉണ്ടാവും. ശക്തമായ പനി, ചുമ, ഭയങ്കര ശ്വാസം മുട്ടല്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും, പ്രയാസങ്ങളൊക്കെ വരും. ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ നമുക്കൊരു സാധാരണ രീതിയിലുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു നോർമലായിട്ടുള്ള ഒരാളായിരിക്കില്ല അത്. അതെ, നമുക്ക് സിംറ്റംസ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അയാളുടെ ഡെയിലി ആക്ടിവിറ്റീസിന് വരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിംറ്റംസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. അതെ, പിന്നെ ഇതിൽ നമ്മൾ ഒന്നുകൂടി പറഞ്ഞാൽ നിർത്താൻ തോന്നുന്നത് ഈ ശ്വാസം മുട്ട് വകുപ്പിൽ അസുഖങ്ങളുണ്ടല്ലോ. അപ്പോൾ ശ്വാസം മുട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ശ്വാസം മുട്ട് ആസ്മ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഒബ്സ്ട്രക്ഷൻ, വീസിങ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ശ്വാസം മുട്ട്. ആളുകൾ സ്വാഭാവികമായിട്ടും ശ്വാസത്തിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ശ്വാസം മുട്ടായിട്ട് എടുക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഒന്നുകിൽ വീസിങ് പോലെ ആവണം, അതല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീത്തിങ് വരണം. ഒരു നോർമലി ഉള്ള ഇപ്പോൾ ഒരു അതെ നോർമലി ഇപ്പോൾ ഒരു മിനിറ്റിൽ 20 ആണെങ്കിൽ അത് 25 ആവണം. അപ്പോൾ നമുക്ക് അതിന് കണക്കുണ്ട്, നമ്മൾ പറയേണ്ട ശ്വാസം എടുക്കുന്ന അളവ്, അതെ അതിൻ്റെ സ്പീഡ്, അതിൻ്റെ റേറ്റ്. അപ്പോൾ ആളുകൾ എപ്പോഴാണ് ശരിക്കും കഫ് കെട്ടുന്നത് മനസ്സിലാക്കിയിട്ട് വളരെ അർജൻറ്റായി ഡോക്ടറെ അടുത്ത് പോകേണ്ടതെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അല്ലേ. ഈ കണ്ടീഷനൊക്കെ വരുമ്പോഴാണല്ലോ ഇപ്പോൾ ശ്വാസം എടുക്കുന്നതിൻ്റെ സ്പീഡ് വർദ്ധിച്ചു, അതല്ലെങ്കിൽ അതിശക്തമായ പനി വന്നു, അതല്ലെങ്കിൽ ചുണ്ടിൽ അതുപോലെ നാവിലൊക്കെ നീല വരുന്നു, കുട്ടികളുടെ കാര്യത്തിൽ, അതല്ലെങ്കിൽ അപസ്മാരം പോലെ വരുന്നു, അതല്ലെങ്കിൽ ഓരോ ഏജിലും കുട്ടികൾക്ക് എനിക്കൊന്നും ഓരോ ഏജിനനുസരിച്ച് അവരുടെ ഇതിനെ അളവിന് വ്യത്യാസമുണ്ട്. പിന്നെ അതല്ലെങ്കിൽ വലിയ ആൾക്കാരാണെങ്കിൽ ശരിക്കും കോപ്പിയസ് എമൗണ്ട്, നല്ല അളവിൽ സ്പ്യൂട്ടം, പിന്നെ കഫം ഇങ്ങനെ തുപ്പി നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ തുപ്പുന്നതിൽ ഇപ്പോൾ കഫത്തിന്റെ കൂടെ ചോര കലർന്ന് വരും, ഹീമോപ്റ്റൈസിസ് എന്ന് പറയും. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്തായാലും പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇതൊക്കെയാണ്. അതല്ലാതെ ചെറിയൊരു ശ്വാസം എടുക്കുന്നതിൻ്റെ സൗണ്ട് മാറുന്നുണ്ടോ, ചെറിയൊരു സൗണ്ട് സംസാരത്തിൻ്റെ സൗണ്ട് മാറുന്നുണ്ടോ, ചുമക്കുമ്പോൾ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ടോ, അത് വളരെ പേടിക്കേണ്ട ഒരു സാധനമല്ല. ഡോക്ടറെ കാണിക്കണം. അത് ഈ പറഞ്ഞ പോലെ സിമ്പിൾ സംഭവങ്ങളും ആവാം. അത് ഡോക്ടർ ചെസ്റ്റ് നോക്കി, ചെസ്റ്റ് ക്ലിയർ ആണെങ്കിൽ സാധാ ലക്ഷണങ്ങൾക്കുള്ള മരുന്നേ തരുള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങൾക്കുള്ള മരുന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നതാണ്. അപ്പോൾ അത് ഏറ്റവും ചുരുക്കം ഒരു 3 ദിവസം നോക്കിയിട്ട് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്കിലേക്കും വലിയ പോലെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആവിയിലേക്കും നെബുലൈസേഷനിലേക്കും കടക്കൂ. പിന്നെ വേറെ പ്രശ്നം വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു പോസ്റ്റ് വൈറലായിട്ട് ഒരു ബ്രോങ്ക്യോലൈറ്റിസ് പോലത്തെ ചേഞ്ചസ്, അങ്ങനെ ഇപ്പോൾ ഒരു ചെറിയൊരു ഇപ്പോൾ യൂഷ്വലി ഇപ്പോൾ നമ്മൾ OP-യിലൊക്കെ കാണുന്നൊരു സാധനം, ചെറിയൊരു ജലദോഷം, പനി, ചുമ ഒക്കെ വന്നു പോയി,
അതിൻ്റെ ശേഷം പനി, ജലദോഷം, മൂക്കടിപ്പൊക്കെ മാറി, പക്ഷെ ചുമ മാത്രം നിലനിൽക്കും. അതിപ്പോൾ വളരെ കോമൺ ആയിട്ട് വളരെ കോമണാണ്. എന്ന് വെച്ചാൽ ഒരു മാസമൊക്കെ ആയി, പക്ഷെ ചുമ മാറുന്നു. അതെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്ത കണ്ടല്ലോ, ചുമ മാറുന്നില്ല. അതും ഇതൊരു ജസ്റ്റ് ഒരു പോസ്റ്റ് വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് ചിലപ്പോൾ വരുന്ന ചെറിയൊരു കോംപ്ലിക്കേഷൻ. അത് ചിലപ്പോൾ ഒരു 2 മാസം വരെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ മെല്ലെ അത് മാറിപ്പോയിരിക്കും. അതും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ പിന്നാലെ പോയിട്ട്. അവിടെയൊക്കെ നമ്മൾ ഇനി അഥവാ ഇപ്പം നെഞ്ചത്ത് ശ്വാസകോശത്തിൽ കഫം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മൾ എക്സ്റേ എടുക്കുമല്ലോ, നമ്മൾ കൗണ്ട് എടുത്ത് നോക്കും. അതെ, അതെ, അതൊക്കെ മിക്കവാറും ഈ പറയുന്ന സിംറ്റംസ് പറയുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ നോർമൽ ആയിരിക്കും. അതെ, കൗണ്ട് നോക്കുമ്പോൾ നമുക്ക് അതെ ഇൻഫെക്ഷൻ ഉണ്ടോ, ഓൾറെഡി അണ്ടർലൈങ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൗണ്ട് നോക്കുമ്പോഴും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് കെട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എക്സ്റേ എടുത്താലൊക്കെ മനസ്സിലാവുന്നതാണ്. ഈ പോസ്റ്റ് വൈറലായിട്ട് വരുന്ന ഈ ഒരു പെർസിസ്റ്റന്റ് കോഫിന് വേണ്ടിയിട്ട് കുറേ പിന്നാലെ ഒരുപാട് ആന്റിബയോട്ടിക് എടുത്ത് പിന്നെ ആന്റിബയോട്ടിക് എടുക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഇതിൻ്റെയൊക്കെ ഒരു ബേസ് പിന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ അടുത്തേക്ക് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകൾ വരേണ്ടത് ഈ ബേസിക് സയൻസ് മനസ്സിലാക്കിയിട്ടാണ്. ഈ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഡോക്ടർമാർ, അല്ലാതെ ഒരു മാജിക്കും അതിലൊന്നുമില്ലല്ലോ. ഇത് ഒരു സയൻസ്, ഒരു കൃത്യമായ സയൻസ്. നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന പോലെ, മാത്തമാറ്റിക്സ് പഠിക്കുന്ന പോലെ, ബയോളജി പഠിക്കുന്നത് പോലെ, അതുപോലെ വേറൊരു സയൻസാണിത്. ആ സയൻസിൻ്റെ ഒരു ബേസിക് പഠിച്ചിട്ട് പഠിക്കണ്ട, ബേസിക് മനസ്സിലാക്കിയിട്ട് സയൻസ് ആണോ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്, അതാണ് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ സൊസൈറ്റി. തീർച്ചയായും അതെ, ആ ഒരു അർത്ഥത്തിലാണ് നമ്മളിലേക്ക്. അപ്പം നമുക്കും പ്രാക്ടീസ് ചെയ്യാൻ ഈസിയാണ്, എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാൻ എളുപ്പമായിരിക്കും. അതെ, നമുക്കും ഓവറായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട. എന്താണോ പുസ്തകത്തിലുള്ളത്, എന്താണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, എന്താണോ സ്റ്റാൻഡേർഡ്, ഇപ്പോൾ WHO അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ UN ഒക്കെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് ഉണ്ടാവും. ഇനി വലിയ പ്രശ്നമുള്ള കേസിൽ, കോംപ്ലിക്കേറ്റഡ് കേസിലാണെങ്കിൽ റിസൾട്ട് വരാതെ ഇരിക്കും. അപ്പോഴും അത് ഈ പറഞ്ഞതുപോലെ ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് മാത്രമാണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട സാധനമുള്ളൂ.